നമസ്കാരം. ഷഹബാസ് വധക്കേസിൽ പ്രതികളാക്കപ്പെട്ട കുട്ടികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നതിൽ വലിയ പ്രതിഷേധമായിരുന്നു ഇന്നലെ ഉണ്ടായത്. വിദ്യാർത്ഥി സംഘടനകളടക്കം എതിർപ്പുമായി രംഗത്തെത്തിയിരുന്നു. എങ്കിലും ഇവർ സ്വസ്ഥമായി തന്നെ പരീക്ഷ എഴുതി. കുറ്റാരോപിതരായിരിക്കുന്നത് താമരശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 5 വിദ്യാർത്ഥികളാണ്. ഇവർക്ക് ജുവനൈൽ ഒബ്സർവേഷൻ ഹോമിൽ ലഭിക്കുന്നത് മികച്ച പരിഗണനയാണെന്നാണ് ലഭിക്കുന്ന വിവരം. 5 പേരെയും വെവ്വേറെ സെല്ലിലാണ് പാർപ്പിച്ചിരിക്കുന്നതെങ്കിലും ശിക്ഷാ നടപടികളുടെ ഭാഗമായിട്ടുള്ള പരിഗണനയല്ല ലഭിക്കുന്നത്. പരീക്ഷാകാലമായതിനാൽ അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളെല്ലാം ഇവർക്കുണ്ട്. സെല്ലിൽ ഒറ്റയ്ക്കായതിനാൽ തൽക്കാലം മറ്റെല്ലാം മറന്ന് പഠിക്കാനും ശ്രമിക്കുന്നു. ഭക്ഷണ കാര്യത്തിലും കുറവൊന്നുമില്ല. എത്തിയ ആദ്യ ദിവസം തന്നെ ഉച്ചഭക്ഷണമായി നൽകിയത് ബിരിയാണിയാണ്. പിറ്റേ ദിവസം പായസം ഉൾപ്പെടെയുള്ള സദ്യ. തിങ്കളാഴ്ച സാമ്പാറും ചോറ് വിഭവങ്ങളും. ഒബ്സർവേഷൻ ഹോമിൽ തന്നെ ഭക്ഷണം പാകം ചെയ്തു നൽകുന്നത് നിർത്തലാക്കിയിട്ട് വർഷങ്ങളായി. കുക്കിനെ ഉൾപ്പെടെ നിയമിച്ചിരുന്നെങ്കിലും ചിലരുടെ ഇടപെടലുകളുടെ അടിസ്ഥാനത്തിൽ ഭക്ഷണം ബോയ്സ് ഹോമിൽ നിന്നും എത്തിക്കുകയാണ്. കുക്കിനെയും ബോയ്സ് ഹോമിലേക്ക് മാറ്റി. ബോയ്സ് ഹോമിൽ നൽകുന്ന ഭക്ഷണം മിക്ക ദിവസങ്ങളിലും പലരുടെയും സ്പോൺസർഷിപ്പിലാണ്. അതിനാൽ മികച്ച ഭക്ഷണമാണ് ഇവിടെ നൽകുന്നത്. രാത്രി ചോറും കറിയും, വൈകിട്ട് ചായയും സ്നാക്സുമാണ് നൽകുന്നത്. പ്രായപൂർത്തിയാകാത്ത കുട്ടികളിലെ ക്രിമിനൽ വൽക്കരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് ഒബ്സർവേഷൻ ഹോമിൽ എത്തിക്കുന്നത്. ഗുണപാഠം നൽകുന്നതിന് പകരം തെറ്റായ സന്ദേശമാണ് ഉന്നതരായ അധികൃതർ അറിയാതെ ചില ഉദ്യോഗസ്ഥർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന ആക്ഷേപവും ഇതിനിടയിൽ ഉയരുന്നുണ്ട്. അതേസമയം 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസ് വധക്കേസിൽ മുഖ്യപ്രതിയായ വിദ്യാർത്ഥിയുടെ രക്ഷിതാവിനെതിരെ കേസെടുക്കില്ലെന്ന് റൂറൽ ജില്ലാ പോലീസ് മേധാവി കെ.ഇ. ബൈജു പറഞ്ഞു. രക്ഷിതാവിനെ പ്രതി ചേർക്കേണ്ടതില്ല. നഞ്ചക്ക് കൈമാറുന്നത് പിതാവാണെന്നതിന് തെളിവില്ല. അതേസമയം ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. ഷഹബാസിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൃത്യമായ ആസൂത്രണം നടത്തിയിട്ടുണ്ടെന്നും കെ.ഇ. ബൈജു പറയുന്നു. കുട്ടികളെന്ന നിലയിലായിരുന്നില്ല പ്രതികളുടെ ഗൂഢാലോചന. വാട്സപ്പ് സന്ദേശങ്ങൾ ഇതിന് തെളിവാണ്. കൊലപാതകത്തിൽ ഉൾപ്പെട്ടവരെയെല്ലാം പിടികൂടിയിട്ടുണ്ട്. ഗൂഢാലോചനയിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ എന്ന് പരിശോധിക്കുകയാണെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. ഷഹബാസിനെ നഞ്ചക്കൊണ്ട് അടിച്ചതും ആക്രമണത്തിന് നേതൃത്വം നൽകിയതും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുടെ മകനാണെന്നാണ് വിവരം. വീട്ടിൽ നടത്തിയ പരിശോധനയിലായിരുന്നു നഞ്ചക്ക് കണ്ടെടുത്തത്. ഷഹബാസിനെ ആക്രമിക്കാൻ നേതൃത്വം നൽകിയ കുട്ടിയുടെ പിതാവിന് കൊട്ടേഷൻ രാഷ്ട്രീയ ബന്ധമുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും ഇതിനിടയിൽ പുറത്തു വന്നിരുന്നു. വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടുമ്പോൾ ഇയാൾ സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നുവെന്ന് ഷഹബാസിന്റെ ബന്ധുക്കൾ ആരോപിക്കുന്നു. മുമ്പും കേസുകളിൽ പെട്ടിരുന്നതായിട്ടാണ് വിവരം. ഇക്കാര്യത്തെക്കുറിച്ച് പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇയാൾ താമരശ്ശേരിയിലെ കൊട്ടേഷൻ സംഘങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നയാളാണെന്ന് നാട്ടുകാർ പറയുന്നു. പ്രതികളിൽ ഒരാളുടെ പിതാവ് പോലീസ് ഡ്രൈവറാണ്. അതേസമയം ഏറ്റുമുട്ടലിൽ പങ്കെടുത്ത മറ്റു കുട്ടികളെക്കുറിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഷഹബാസിനെ മർദ്ദിച്ചത് മുൻപ് സഹപാഠിയും ഉറ്റ സുഹൃത്തുമായിരുന്ന വിദ്യാർത്ഥിയാണെന്ന വിവരം പുറത്തു വരുന്നുണ്ട്. ഇരുവരും മുൻപ് മറ്റൊരു സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചിരുന്നു. ഷഹബാസിന്റെ വീട്ടിലെത്തി ഭക്ഷണം കഴിച്ചിട്ടുമുണ്ട്. ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ ഫോണിൽ ഉണ്ടായിരുന്നതായി പിതാവ് മുഹമ്മദ് ഇക്ബാൽ വെളിപ്പെടുത്തി. സംഭവത്തിൽ മുതിർന്നവരുടെ ഗൂഢാലോചനയും പ്രേരണയും അടക്കമുള്ള കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട്. പ്രതികളിൽ ഒരാളുടെ പിതാവിന്റെ ക്രിമിനൽ പശ്ചാത്തലം പുറത്തു വന്ന സാഹചര്യത്തിൽ ഇയാളുടെ പങ്കും പ്രധാനമായി അന്വേഷിക്കുന്നു. മകൻ സംഘർഷത്തിന് പോകുന്നത് അറിഞ്ഞിട്ടും തടയാതിരുന്നോ, ആയുധം കൈമാറിയിരുന്നോ എന്നതും സംഘർഷ സ്ഥലത്ത് ഇയാളുടെ സാന്നിധ്യം അടക്കവും പരിശോധിക്കുന്നുണ്ട്. ഗൂഢാലോചന കണ്ടെത്താൻ പോലീസ് കൂടുതൽ മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തിരുന്നു. ഷഹബാസിനെ മർദ്ദിക്കാൻ ഉപയോഗിച്ചത് കഴിഞ്ഞ ദിവസം കണ്ടെടുത്ത നഞ്ചക്ക് തന്നെയാണെന്ന് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ സ്ഥിരീകരിച്ചിരുന്നു. കൊലപാതകം നടന്നത് കൃത്യമായ ആസൂത്രണത്തോടെയാണ്. കുട്ടികളുടെ വാട്സപ്പ് സന്ദേശങ്ങൾ ഇതിന് തെളിവാണെന്നും ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയിരുന്നു.